ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഈവനിങ്ങിൽ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൂക്കളം ഒന്ന് മാറ്റണം. പിന്നെ അടിച്ചുവാരി തുടച്ചിട്ട് വേഗം കുളിച്ചിട്ട് വിളക്കെത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കണം. കുഞ്ഞാറ്റ ഇവിടെ നിന്നിട്ട് കോൺ കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കോൺ വേണമെന്ന് പറഞ്ഞിട്ട്. എന്താ കഴിക്കുന്നത് കുഞ്ഞാറ്റ? എന്താ കഴിക്കുന്നത്? അവിടെ നിന്ന് കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കുളിച്ച് റെഡിയായിട്ട് വരാം. സന്ധ്യ ആവുന്നു, വിളക്കെത്തിക്കാൻ സമയമായി. അപ്പോൾ ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുകയാണ്. ചായ ഉണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് കോൺ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വിശപ്പൊന്നുമില്ല, എന്നാലും ഇത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് മൊത്തം എന്തായാലും ഞാൻ കഴിക്കാൻ തോന്നുന്നില്ല. ബാക്കി മിക്കാൾ അവൾ തന്നെ കഴിക്കുള്ളൂ. എന്നാലും കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ കുടിക്കട്ടെ. ഈ പൂക്കളത്തിന് ഈ ഒരു ഭംഗിയിലാക്കാനായിട്ട് മണിക്കൂറുകൾ എടുത്തെങ്കിലും വാരി കളയാൻ മിനിറ്റുകൾ മാത്രം മതിയല്ലോ അല്ലേ. ഞാൻ വാരിയൊക്കെ നോക്കണം കേട്ടോ. പൂവൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നല്ല മണമൊക്കെ ഉണ്ട് ഇപ്പോഴും. അതിന് നല്ല ഫ്രഷായിട്ടിരിക്കുന്ന പൂക്കളൊക്കെ. ഞാനപ്പോൾ അതൊക്കെ ഒരു കവറിലേക്ക് വാരി വെച്ചു. എന്നിട്ട് വേഗം ഇനി ഇവിടെ ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പം അധികം കാര്യമായിട്ട് മുടിയിൽ ഓയിലൊന്നും പുരട്ടണ്ടെന്നാണ് വിചാരിക്കുന്നത്. സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി. രാവിലെ നമ്മൾ കുളിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ വൈകിട്ട് തലകഴുകി കുളിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേഗം ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിക്കുന്നു. കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ നനഞ്ഞ തോർത്ത് തലയിൽ കെട്ടി വെച്ചിട്ട് വിളക്ക് എത്തിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി കുറച്ച് നനഞ്ഞാണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ അഴിച്ചിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് വേണം മുടി ഒന്ന് കെട്ടി വെക്കാനായിട്ട്. നല്ലപോലെ വെള്ളം പോയിട്ടില്ല. എൻ്റെ മുടിക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നനച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഉണങ്ങാനായിട്ട് ഭയങ്കര താമസമാണ്. ഞാൻ ഇങ്ങനെ അഴിച്ചിട്ട് തന്നെയാണ് ഉണക്കുന്നത്. അങ്ങനെ നാച്ചുറലായിട്ട് ഉണങ്ങുന്നത് ഉള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ വേറെ ഡ്രയറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൂടെ കത്തിച്ചു. പിന്നെ ഒന്ന് പോയിട്ട് മുടി കെട്ടി വെക്കട്ടെ. നമ്മൾ ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ ബാക്കി കുറച്ച് പായസം ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും കുടിച്ചേർക്കുക. ഇത്ര ഒരു ഗ്ലാസ്സേ ഉള്ളൂ. കുറച്ച് ഇതാറ്റിക്ക് കൊടുത്തു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. പഴം പായസമാണ്. അപ്പം നമ്മൾ എന്താ ഗോതമ്പ് പായസം, പിന്നെ പാലടയും പഴം പായസമാണ് കേട്ടോ ഓണത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പഴം പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളാദ്യം പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പഴം പായസം വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് പായസം വാങ്ങാമെന്ന് വെച്ചത്. പക്ഷെ ആദ്യം 2-3 അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ ഓർഡറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചെടുത്ത് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു പായസം ഇല്ലാത്തതിനും നല്ലല്ലേ എന്നോട് പാലട വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് വരുന്ന വഴിക്ക് കിട്ടിയതാണ് ഈ ഗോതമ്പ് പായസവും പിന്നെ നമ്മുടെ പഴം പായസം. എന്തായാലും പഴം പായസം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ മാത്രമാണ് ഇത് കഴിക്കുന്നത്. വേറെ ആർക്കും അത്ര ഇഷ്ടമല്ല ചെറിയൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഇതും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വെച്ചു. ഞാൻ ഇത് കുടിക്കട്ടെ. ഇന്നലെ അലക്കാതിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അലക്കാനും വളർത്താനൊക്കെ ആയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. നമുക്കതൊക്കെ വയ്ക്കാം.
അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു, അലക്കി ഉണങ്ങിയതൊക്കെ. അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചു. പിന്നെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം ഫോൺ കുത്തിയിട്ടു, ചാർജ് ചെയ്തു. എന്നിട്ടിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എനിക്ക് വലിയ വിശക്കുന്നില്ല, അപ്പോൾ കുഞ്ഞിന് കൊടുത്തതിൻ്റെ ബാക്കി ഇതാ ഇത്രയും കാണുന്നുണ്ട്. ഇത്രയും ചോറുണ്ട്. ചോറും വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. വഴുതനങ്ങ ഫ്രൈ മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊതി വരുന്നു. വഴുതനങ്ങ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഫുഡ് കഴിക്കാനായിട്ട്. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. അപ്പോൾ വേഗം ഇനിയിപ്പോൾ ചോറ് കഴിക്കാം, കിടക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, വെറുതെ എടുത്തതാണ്. ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ 10 ദിവസത്തെ ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത ഒരു ഓണം വരെ കൊള്ളായിരുന്നല്ലേ. എല്ലാ ദിവസം പൂക്കളൊക്കെ ഇട്ടു, നല്ല ഭംഗിയായിട്ട് അടിപൊളിയാക്കി. വെറുതെ ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെറുതെ ഒരു മെമ്മറിക്ക് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അയ്യോ ഏഴ് നിറകെ കയറി. അപ്പം എന്തായാലും ഞാൻ വരുന്നത് ഭക്ഷണം കഴിക്കട്ടെ. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.